നമുക്കിന്ന് ഒരു ഐസോതെർമൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷനെ പറ്റി പഠിക്കാം. എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? എന്താ? Process taking place at constant temperature. If the temperature remains constant throughout a process, the process is called an isothermal process. Isothermal expansion എന്ന് പറഞ്ഞാൽ എന്താണ്? Expansion process taking place at constant temperature ആണ് എന്ത്? Isothermal expansion എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചറിൻ്റെ മാത്രം ഒരു ഫങ്ഷനാണ്. അപ്പം ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായി റിമെയിൻ ചെയ്യാണ്. അപ്പോൾ എന്ത് ചേഞ്ച് ചെയ്യില്ല? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യോ? ഇല്ല അല്ലേ? കാരണം എന്താണ്? ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ദ കേസ് ഓഫ് എ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജീസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്സ്. ഇനി അതേപോലെ തന്നെ എൻതാൽപ്പി നോക്കും. എങ്ങനെയായിരിക്കും എൻതാൽപ്പി ചേഞ്ച്? നമുക്ക് നോക്കാം. നമുക്ക് ഇക്വേഷൻ ഓർമ്മയില്ലേ? എൻതാൽപ്പിൻ്റെ ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഇതാണ് എൻതാൽപ്പിൻ്റെ ഇക്വേഷൻ. ഇനി ഡെൽറ്റ H ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഓഫ് പി വി. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് വി ക്യാൻ റീപ്ലേസ് പി വി വിത്ത് NRT. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT. എന്നും ആറും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കതിനെ പുറത്തേക്കെടുത്ത് അങ്ങനെ എഴുതാം ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് NR ഇൻറ്റു ഡെൽറ്റ ടി. എന്താണ്? ഡെൽറ്റ ടി 0 ആയിരിക്കും ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്സ്. അപ്പം ഡെൽറ്റ യു 0 ആണ്. അപ്പം രണ്ട് ടേംസും 0 ആയി മാറി. ഇപ്പം നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ H ഓൾസോ ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്കെന്ത് മനസ്സിലായി? ഫോർ ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ H ഈസ് ഈക്വൽ ടു 0. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ഡൺ നമുക്ക് നോക്കാം. എന്തായിരുന്നു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണ് ഫസ്റ്റിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഫോർ എൻ ഐസോതെർമൽ എക്സ്പാൻഷൻ നമുക്ക് എന്താ പറയാം? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഓർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ. അപ്പോൾ ഹീറ്റ് ആഡഡ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഇൻ ഡൂയിങ് ദ വർക്ക് ഓഫ് എക്സ്പാൻഷൻ അല്ലേ? അതാണ് നമുക്ക് കിട്ടുന്നത് ആ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ദ കേസ് ഓഫ് എ isothermal expansion, delta U and delta H is equal to 0 and W is equal to minus Q. അതായത് heat added is completely used up in expansion work. ഇനി നമുക്ക് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ കേസിലുള്ള വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഉണ്ട് ജനറൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴുള്ള പിക്ചർ ഓർമ്മയുണ്ട? ഒരു കൺസിഡർ ഐഡിയൽ ഗ്യാസ്, അതായത് 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. അപ്പം കണ്ടീഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കാരണം നമ്മുടെ പ്രോസസ്സ് ഐസോതെർമലാണ്. അപ്പം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ടതാണ്. 1 mole of an ideal gas enclosed in a cylinder which is fitted with a frictionless piston. If external pressure is equal to the pressure of gas, there will be no expansion or compression. Okay, just imagine here. External pressure is reduced by a small amount, that is an infinitesimally small amount reduced in the external pressure. Pressure of gas is taken as capital letter P and external pressure is taken as P external.
then this small change in pressure is represented as dp. നമുക്ക് അങ്ങനെ എന്ത് എഴുതാം, പി എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു പി മൈനസ് ഡി പി എന്ന് എഴുതാം. എഴുതിക്കൂടെ, പി എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു പി മൈനസ് ഡി പി. കാരണം എന്താണ്, external pressure is reduced by an infinitesimally small amount dp. അപ്പോൾ എന്ത് ചെയ്യും, പ്രഷർ, ഗ്യാസ് പ്രഷർ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആവുന്നവരെ എന്ത് ചെയ്യും, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. ഒരു വോളിയം സ്മോൾ വോളിയം വരുമ്പോൾ ഡി വി എക്സ്പാൻഡ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യുന്നു, പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് reduced by an infinitesimally small amount dp. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. എങ്ങനെ, ഇനീഷ്യൽ വോളിയം V1 നിന്ന് ഫൈനൽ വോളിയം V2 എത്തുന്നവരെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നോക്കാം. നമുക്ക് ഓർമ്മയില്ല എങ്ങനെയായിരുന്നു വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ്പാൻഷൻ വർക്കിൻ്റെ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി അല്ലേ. പി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. നമുക്ക് പി എക്സ്റ്റേണൽ പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ പി എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു എന്താണ്, പി മൈനസ് ഡി പി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി മൈനസ് ഡി പി ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ഇനി അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് പി ഡി വി പ്ലസ് ഡി പി ഇൻറ്റു ഡി വി. ഡി പി ഇൻറ്റു ഡി വി എന്ന് പറയുന്നത് എന്താണ്, വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഇനീഷ്യൽ വോളിയം V1 നിന്ന് ഫൈനൽ വോളിയം V2 എത്തുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ എങ്ങനെ കാണാം, എന്ത് ചെയ്താൽ മതി, പിന്നെ ബിറ്റ്വീൻ ദ ലിമിറ്റ് V1 to V2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് V1 to V2 പി ഡി വി നമുക്ക് എഴുതാം. നമ്മൾ കൺസിഡർ എന്താണ്, 1 mol ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ 1 mol ഓഫ് എൻ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ ഓർമ്മയില്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു ആർ ടി. നമുക്ക് പീനെ വേണമെങ്കിൽ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, പി ഇസ് ഈക്വൽ ടു ആർ ടി ബൈ ബി എന്ന് എഴുതാം. അപ്പം ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് V1 to V2 ആർ ടി ബൈ വി ഇൻറ്റു ഡി. ആർ ടി എന്താണ്, കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് ആർ ടീനെ നമുക്ക് ഇൻ്റഗ്രൽ സൈന് പുറത്തേക്ക് എടുക്കാം, മൈനസ് ആർ ടി ഇൻറ്റു V1 to V2 1 by V ഡി വി എന്ന് എഴുതാം. എഴുതിക്കൂടെ, മൈനസ് ആർ ടി ഇൻറ്റു V1 to V2 1 by V ഡി വി. എന്താണ് 1 by V, ഇൻ്റഗ്രൽ ഓഫ് 1 by V ഡി വി എന്താണ്, ln V അല്ലേ. ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, ആർ ടി ഇസ് ഈക്വൽ ടു ln V2 by V1. നമുക്ക് ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലോ മൈനസ് 2.303 ആർ ടി ലോഗ് V2 by V1. ഇതാണ് എന്ത്, ഐസോതേർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ 1 mol ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ കിട്ടുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണെന്ന് പോകരുത്. ഇതാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ്, റിവേഴ്സിബിൾ എക്സ്പാൻഷൻ. അതുകൊണ്ടാണ് ഡബ്ല്യു റിവേഴ്സിബിളിനെ എഴുതുന്നത്. ഡബ്ല്യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു എന്താണ്, മൈനസ് 2.303 ആർ ടി ലോഗ് V2 by V1. നമുക്ക് എന്തറിയാം, ഫോർ ദ കേസ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് P1 V1 ഈസ് ഈക്വൽ ടു P2 V2 അല്ലേ. P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, V1 by V2 ഈസ് ഈക്വൽ ടു P2 by P1 ഓർ V2 by V1 ഈസ് ഈക്വൽ ടു P1 by P2. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ എന്താണ് എഴുതിയ ഇക്വേഷൻ എന്തായാലും മൈനസ് 2.303 ആർ ടി ലോഗ് V2 by V1. അപ്പോൾ നമുക്ക് ലോഗ് V2 by V1 എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം, P1 by P2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു ആർ ടി ln P1 by P2 എന്ന് എഴുതാം.
അല്ലെങ്കിൽ 2.303 RT log P1/P2 എന്ന് എഴുതാം. ഇനി n മോൾസ് ആണെങ്കിലോ, നമ്മളിപ്പോൾ 1 മോളാണ് കൺസിഡർ ചെയ്തത്. n മോൾ ആണെങ്കിൽ ഇക്വേഷൻസ് എങ്ങനെ മോഡിഫൈ ചെയ്യും? W റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു -nRT log ln V2/V1 or 2.303 nRT log V2/V1. ഇനി പ്രഷറിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ W റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു -nRT ln P1/P2 or -2.303 nRT log P1/P2. ഇനി എന്തായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ? എന്തായിരിക്കും? നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? Q റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു -W റിവേഴ്സിബിൾ. അപ്പം Q റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? RT ln V2/V1 or 2.303 RT log V2/V1 or RT ln P1/P2 is equal to 2.303 RT log P1/P2. ഇനി n മോൾസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഐസോതേർമൽ എക്സ്പാൻഷൻ്റെ കേസിൽ റിവേഴ്സിബിൾ ഐസോതേർമൽ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എന്തെല്ലാം പഠിച്ചു? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു 0 ആൻഡ് Q റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു -W റിവേഴ്സിബിൾ. ഇനി എന്തായിരുന്നു വർക്ക് ഡൺ ഇൻഡിക്കേഷൻ? എന്തായിരുന്നു? -2.303 RT log V2/V1 or -2.303 RT log P1/P2. അതിൻ്റെ ഡിഫറെൻറ്റ് ടേംസ് ഓർത്ത് വെക്കാം. ഓക്കെ.